ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഞങ്ങളെ ദൈവത്തിന്റെ കരുണയാ മക്കളെ, നീ ജീവിക്കുന്ന ഓരോ നിമിഷവും, each moment that you breathe, നീ ശ്വസിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറ. ദൈവമക്കളെ, നിനക്ക് ശ്വസിക്കാൻ, നിനക്ക് ജീവൻ തന്നിരിക്കുന്നത് ഒരു ദൈവിക പദ്ധതിയും ഒരു ദൈവിക അനുഗ്രഹവും ഒരു ദൈവിക കൃപയും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. വലുതേറി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് കൃപയുടെ മണിക്കൂറാണ്, ഇത് രക്ഷയുടെ മണിക്കൂറാണ്, ഇത് അനുഗ്രഹത്തിന്റെ മണിക്കൂറാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വലുതേറി ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ മേൽ. മഴ പെയ്ത് കണ്ടില്ലേ? ഇതൊരു മഴ പെയ്തത് ഇപ്പോഴ് ആ പെരുമഴ പെയ്യുന്നത് പോലെ എൻ്റെ മഴയൊക്കെ കാണിച്ചത് എന്തിനാണെന്നറിയോ? നമ്മൾ വിളിക്കുന്ന കൃഷി നടാൻ വേണ്ടി. കൃഷി നടാനൊന്നുമല്ല മക്കൾ, ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യുന്ന ഉറപ്പിക്കുക. ആകാശത്തു നിന്നുള്ള മഴയല്ല, സ്വർഗത്തിൽ നിന്നും മഴ പെയ്യുമെന്ന്, സ്വർഗത്തിൽ നിന്നും മഞ്ഞ് പെയ്യുമെന്ന് ദൈവമക്കൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ. വിശ്വസിക്കുന്നതിന് മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ മതി, മക്കള് പറഞ്ഞിരുന്നു ഹല്ലേലൂയ. അത്യാകളെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ചെടികൾ പൊട്ടിക്കിളിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ തിന്നാൻ വേണ്ടിയിട്ടാണ് അല്ലെന്ന്. ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ നിന്ന് ചെടി പൊട്ടിക്കിളുക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹം പൊട്ടിക്കിളുക്കുമെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ റോസച്ചെടിയിൽ ഏറ്റവും മനോഹരമായ പൂ ഉണ്ടാവുന്നത്? നമ്മൾ ഈ കാര്യം ഗ്രഹിക്കണം മക്കളെ. ഈ മുള്ളുവാട്ടിങ്ങ നിൽക്കുന്ന ചെടിയിൽ നിന്ന് ഒരു പൂ വരിക, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പൂവ്, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സൗരഭ്യം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സൗന്ദര്യം. നമ്മളെ സ്വർഗത്തിലെ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഈ ചുറ്റുപാടുമുള്ള പ്രപഞ്ചങ്ങൾ ഉണ്ടാവുന്നത്, പ്രപഞ്ചമുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഇവിടെ സങ്കടമൊക്കെ അലച്ചിലുവാ, അതുകൊണ്ട് എനിക്ക് പൂ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് എന്ത് പറ്റും? സൗരഭ്യം ഉണ്ടാവത്തില്ല, അതുകൊണ്ട് എന്ത് പറ്റും? സൗന്ദര്യം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒരു സകലത്തിലൂടെ കടന്നു പോകുമ്പോ, നീ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോ, നീ ഒരു നിരാശയിലൂടെ കടന്നു പോകുമ്പോ ദൈവ പൈതൽ നീ കാര്യം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. 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 യാഥാർത്ഥ്യ മക്കളെ, നിങ്ങൾ നോക്കിക്കേ, കാളയിട്ട് മെഴുകി അല്ലെ നിലം ഉഴുകുക എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ടേക്ക് പരിപാടി? എന്തൊരു വേദനയിലൂടെ ആ മണ്ണ് കടന്നു പോകുന്ന നിങ്ങൾ അറിയുമോ? ഉച്ചയ്ക്ക് ഇരുന്നുള്ള ചോറ് വാരി ഉണ്ടപ്പോൾ ഇതൊന്നും നമ്മൾ ധ്യാനിക്കാറില്ല മക്കൾ. ധ്യാനിക്കണം. ആ നിലവിട്ട് ഉഴുത് മറിച്ച് കലപ്പയിട്ട് വലിച്ച് കീറി മണ്ണ് മണ്ണിൽ നിന്ന് വേർപെട്ട് പൊടി പൊടിയിൽ നിന്ന് വേർപെട്ട് അവങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകും. പൊടി പൊടിയിൽ നിന്ന് വേർപെടുന്ന മണ്ണ് മണ്ണിൽ നിന്ന് വേർപെടുന്ന ഒരു ചെറിയ വേദന വരുമ്പോൾ അയ്യോവത്തെ വിളിക്കുന്നവരാ നമ്മള്. ആ കഷ്ടം വിശ്വാസി. എന്നെങ്കിലും ഭൂമി നിലവിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിലമുഴുമ്പം ഏതെങ്കിലും നിലവിളിച്ചത് നീ കേട്ടിട്ടുണ്ടോ? കാല് തട്ടുമ്പം മനുഷ്യൻ കിടന്ന് കരയുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞങ്ങൾ വിചാരിക്കുന്ന ഭൂമിക്ക് വേദനയില്ലെന്ന്. ഭൂമിക്ക് വേദന ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭൂമിക്ക് വേദനയുണ്ട്. നീ ആഞ്ഞു വെട്ടുമ്പോൾ ഇതൊന്നും അറിയാതെ 2 പ്ലേറ്റ് പോരട്ടെന്ന് പറഞ്ഞ് നമ്മൾ വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഒരഭിഷേകം കിട്ടാനുണ്ട്, ഒരനുഗ്രഹം കിട്ടാനുണ്ട്. ജീവിതം അതെ മക്കളെ, ജീവിതം അതാണ്. കർത്താവ് ഒരുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പേരാണ്, കർത്താവ് ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ പേരാണ്, കർത്താവ് ഒരുക്കുന്ന ഒരു കൃപയുടെ പേരാ ജീവിതം. അത് പൗരോഹിത്യമാവട്ടെ, അത് സന്യാസമാവട്ടെ, അത് കുടുംബജീവിതമാവട്ടെ. എടാ കുട്ടാ, നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ നീ അറിഞ്ഞുകൊള്ളുക. An anointing is slowly unveiled in your life. നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകം,
ഒരനുഗ്രഹം, ഒരു കൃപ, ഒരത്ഭുതം ഇതാ സാവധാനം 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 വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ച് നടന്നോ? ഇന്ന് വിശുദ്ധ ആരുടെയാ, ആരുടെ പെരുന്നാളെന്ന് പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബനവന്തൂര നമ്മളെ പുണ്യാളൻ്റെ ഒരു വായനയുണ്ട് ഇന്ന്. സത്യത്തിൽ ഞാൻ കൊണ്ട് എടുത്ത് എൻ്റെ കയ്യിലിരിപ്പില്ല, വായിച്ച് കേൾപ്പിക്കായിരുന്നു. നമ്മൾ പുസ്തകം വായിച്ച് ബുദ്ധി ഉണ്ടാക്കുന്നവരാണ്. പുണ്യാളം പറയുക, സ്നേഹിച്ച് ദൈവത്തെ അറിയാൻ ഒരു പൊത്തനവും വായിക്കണ്ട. ഹല്ലേലൂയ. ബൈബിള് വായിച്ചോ വേണമെങ്കിൽ. പുണ്യാളം പറയ കണ്ണടച്ചിരുന്ന് സ്നേഹിക്കുമ്പോൾ പ്രകാശം കാണണമെങ്കിൽ ലൈറ്റ് ഇടണമെന്ന് പറയുന്നവരെ നമ്മൾ. പുണ്യാളം പറയാ ഇരുട്ടിൽ നന്നായിട്ട് കണ്ണ് തുറന്ന് പിടിച്ചാൽ പ്രകാശം കാണും. അതേ മക്കളെ, ആരും നിന്റെ ജീവിതത്തിൽ വിളക്കം കൊണ്ട് വരേണ്ട കാര്യമില്ല. നിന്റെ ഇരുട്ടിൽ ദൈവം പ്രകാശമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തെളിയാൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതം അതുകൊണ്ടാണ് ഡോക്ടർ ഓഫ് ദ ചർച്ച്, സഭാപണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരാ. ഈ പുസ്തകം എഴുതിയ മനുഷ്യൻ പറയും നിങ്ങൾ പുസ്തകം വായിക്കണ്ടെന്ന്. മക്കളെ, ഇതാ ജീവിതത്തിന്റെ വേദനകളും ധ്യാനങ്ങളുമൊക്കെ കൈകൂപ്പി നിൽക്കാനുള്ള. എന്നിട്ട് പറയാം, പുണ്യാളം പറയാണേ, കുരിശിലേക്ക് നോക്കിക്കോ, ക്രൂശിതനിലേക്ക് നോക്കിക്കോ. നമുക്ക് നിരാശ സങ്കടം ആദ്യത്തെ സ്റ്റേജ്. പിന്നെ നീ ആനന്ദിക്കാൻ തുടങ്ങും, പിന്നെ നീ ഹല്ലേലൂയ വിളിക്കാൻ തുടങ്ങും, പിന്നെ നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും, പിന്നെ നീ നിർത്താതെ ആമേൻ 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 എന്ന് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. 12ാം നൂറ്റാണ്ട് ജീവിച്ച ബനവന്തൂര വലിയ കരിസ്മാറ്റിക് എന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ വന്ന് ഈ ഇടയ്ക്ക് കുറച്ച് പ്രാന്ത് പിടിച്ച അച്ഛന്മാരുടെ പരിപാടിയാ കരിസ്മ. എന്നല്ല മക്കളെ, നല്ല ചൂടുള്ള തീയുള്ള വിശുദ്ധന്മാരായിരുന്നു സഭയിലെ കരിസ്മാറ്റിക്കുകള്. ഒരു ഹല്ലേലൂയ വിളിക്കും നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വർഷം ആഫ്രിക്ക സുവിശേഷം പ്രസംഗിക്കാൻ ഒരു ആഗ്രഹമായിരുന്നു, സാധിക്കാൻ പോവുക. അടുത്ത മെയ് മാസം പോവുക ആഫ്രിക്കയ്ക്ക്. ആഫ്രിക്കയിലെ ഒരു മിഷനറി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നു. അദ്ദേഹം വന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. കൊല്ലുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കൊല്ലുന്ന സ്ഥലമാണ് എന്നെ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കഴിക്കാൻ ഭക്ഷണമില്ല. അദ്ദേഹം പറയാ, ഇത്രയും ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛാ അവിടെ നിന്ന് കാണണം. ഞാൻ പറഞ്ഞു ഞാൻ വരാടാന്ന് പറഞ്ഞു. ഞാൻ വരാം. ദാരിദ്ര്യം ഇതിപ്പം മൈക്കും കെട്ടി ഇത് കഴിഞ്ഞ ചായ നാരങ്ങ വെള്ളം എല്ലാം അടുക്കി വെച്ചിരിക്കുക. ഒന്നുമില്ല. വിയർപ്പ് വേണേൽ കുടിച്ചോണം. പ്രസംഗം കഴിഞ്ഞ കണ്ണീര് കുടിച്ചോണം, വിയർപ്പ് കുടിച്ചോണം. പാടിക്കഴിഞ്ഞിട്ട് ചായ കിട്ടുമെന്നൊന്നും വിചാരിക്കില്ല. കൊണ്ടുപോകുന്നുമില്ല. പട്ടിണി. കാരണം വന്നിരിക്കുന്നവന് ഭക്ഷണമില്ലാതെ പ്രസംഗിക്കാൻ പോകുന്ന അച്ഛന് കഴിക്കാൻ പറ്റുമോ? പോവുക, ഒരു എക്സ്പെരിമെന്റ് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് ക്രിസ്തു ആകണോടാ കൊച്ച ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ 5 പൈസ നേട്ടം ഉണ്ടാവില്ല, 5 പൈസ ലാഭം ഉണ്ടാവില്ല. ക്രിസ്തു, അവന്റെ മുറിവുകള്, അവന്റെ സ്നേഹം, അവന്റെ കാരുണ്യം. പറഞ്ഞില്ലേ, കുരിശിലേക്ക് നോക്ക്. കുറച്ച് കഴിയുമ്പോൾ നീ തുള്ളിച്ചാടാൻ തുടങ്ങും. ദുഃഖവെള്ളിയാഴ്ച മനുഷ്യന് വാവിട്ട് നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ആരും തുള്ളിച്ചാടുന്ന ഞാൻ കണ്ടിട്ടില്ല. ദുഃഖവെള്ളിയാഴ്ച ആരും ദൈവത്തെ ഈ ബലവന്തൂര പറഞ്ഞു തരിക, നിങ്ങൾ കടന്ന് സ്തുതിക്ക് കർത്താവിനെ, നിങ്ങൾ കടന്ന് തുള്ളിച്ചാട് കർത്ത കുരിശിന്റെ മുമ്പില്, നിങ്ങൾ കടന്ന് ഹല്ലേലൂയ വിളിക്ക് കുരിശിന്റെ മുമ്പില്, നിങ്ങൾ കടന്ന് ആമേൻ വിളിക്ക് കുരിശിന്റെ മുമ്പില്. ഇതൊരു കരുത്താ മക്കളെ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമായിട്ട് വന്നു. അവരിവിടെ ഉണ്ടാവല്ലേ, അവരിത് കേൾക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. 4th സ്റ്റേജ് ക്യാൻസറുമായിട്ട് കൊച്ചുകുട്ടൻ, 6 വയസ്സ് 7 വയസ്സ്, നല്ല മുടുക്കം പയ്യൻ. അന്ന് നിൽക്കുക. കഴിഞ്ഞ ഞായറാഴ്ച ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ട്? ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എൻ്റെ വേദന മാറ്റണേ, എൻ്റെ വേദന മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന പാർട്ടീസല്ലേ ഇരിക്കുന്ന മുഴുവൻ.
അവന് ക്യാൻസർ എന്നാന്ന് പോലും ആ പയ്യൻ അറിയത്തുമില്ല. അപ്പൻ്റെ കണ്ണല്ല ചങ്ക ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറുക്കനെ ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് മനുഷ്യനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. പുറകോട്ട് 2 സ്റ്റെപ്പ് മാറി നിന്നുകൊണ്ട് അമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുക. കൊച്ചു കുഞ്ഞ് അവളുടെ കയ്യിലിരിപ്പുണ്ട്. ദൈവമക്കളെ, ഞാൻ അവരോട് എന്താ പറയേണ്ടത്? ഹല്ലേലൂയ വിളിക്കാനോ? ഞാൻ അവരോട് എന്താ പറയേണ്ടത്? ആമേൻ പറയാനോ? പുണ്യാളൻ എന്ന് പറയുന്നു, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാന്നാ പറയണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകക്കത്തില്ല ക്രിസ്ത്യാനിയെ, പകക്കാൻ പറ്റില്ല ക്രിസ്ത്യാനിയെ, വെട്ടി വീഴ്ത്താൻ പറ്റില്ല ക്രിസ്ത്യാനിയെ. ഹല്ലേലൂയ. കുരിശിന്റെ കരുത്ത, ക്രിസ്തുവിന്റെ കരുത്തായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ ജീവിതത്തിൽ നിന്ന് ബലപ്പെട്ട നിങ്ങൾ ഈ കൂടാരത്തിലൊക്കെ ഇരുന്നിട്ട് വാവിട്ട് നിലവിളിച്ച് തൻ്റെ ഇടത്തോടെ നിൽക്കണം. കഴിഞ്ഞ ആഴ്ച, മുമ്പിലത്തെ ആഴ്ച ശുശ്രൂഷകരുടെ മീറ്റിംഗ് ആയിരുന്നു. കുറച്ചധികം മക്കൾ വന്നു. ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത്, കർത്താവ് കാണിച്ച കാരുണ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളൊക്കെ വന്നേക്കുന്നത്. കുറച്ച് നാളാഴ്ച ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാ മതക്കാരും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? എല്ലാ മതത്തിൽപ്പെട്ടവർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എന്നെ വശീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ബൈബിളിൽ. കാമുകൻ കാമുകിയെ വശീകരിക്കുന്നത് പോലെ, അർത്ഥം മനസ്സിലാകാൻ വേണ്ടി അങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. വശീകരിക്കുന്ന ആരാ? അല്ലെ, സ്ത്രീ വശീകരിച്ചു, പുരുഷൻ വശീകരിച്ചെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ദൈവം വശീകരിച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്തു വശീകരിച്ചെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കളെ ഇട്ട് 2 പിള്ളേരുണ്ട്, വേറൊരുത്തിന്റെ പുറകെ പോയത്, അവൻ വശീകരിച്ചു. ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുന്ന ജീവിതത്തിലൂടെയാണ്. 2 പിള്ളേരെ ഇട്ടിട്ടാണ് ഇവള് പോയത് ഒരുത്തൻ്റെ കൂടെ. ഒരു കള്ളുകൂടി തന്നെ, ഒരു കഞ്ചാവുകാരൻ്റെ കൂടെ ഇവള് പോയിരിക്കുന്നത്. അത് ഓർത്തോണം. ഒരു തോന്നിയാസിക്ക് ഒരാളെ വശീകരിക്കാൻ പറ്റുമെങ്കിൽ ജീവന്റെ ഉത്സവം നടത്തുന്നവന്, സ്നേഹത്തിന്റെ ഉത്സവം നടത്തുന്നവന്, കരുണയുടെ ഉത്സവം നടത്തുന്നവന് എന്താടാ കുട്ട നിന്നെ വശീകരിക്കാൻ പറ്റാത്തത്? അതേങ്ങളെ എല്ലാം നല്ലതാണെന്ന് തോന്നുന്നില്ലേ? ഇപ്പം ഒരു മ്ലേച്ഛമായ വാക്ക് വശീകരണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് ക്രിസ്തുവിനെ ആ ഒരു വശീകരണത്തിലേക്ക് നമ്മൾ പറഞ്ഞു. വേറെ ഒന്നുമില്ല. ഭർത്താവിനെ മക്കളെ ഇട്ടിട്ട് അവള് പോയത് പുണ്യൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവള് ചെയ്തതിനെ പറ്റി. പക്ഷേ with the same force, with the same intensity of emotion, നിനക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുവാടാ കുട്ട. Your life will be changed. നിന്റെ ജീവിതം മാറൂടാ മോനെ. നിന്റെ ജീവിത സാഹചര്യം മാറും. നിന്റെ കാഴ്ചപ്പാടുകൾ മാറും. നിന്റെ മനോഭാവം മാറും. അദ്ദേഹം ഒറ്റുപോവില്ല. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നു. 35 വയസ്സുണ്ട്. ഈ ദിവസങ്ങൾ അങ്ങനെ കുറച്ച് പേരെ പ്രാർത്ഥിക്കാൻ വന്നു. 30-35 ഒക്കെ വയസ്സുള്ള. കല്യാണം ഉറപ്പിച്ചില്ല, കല്യാണം കണ്ടുവച്ചേക്കുക. 35 വയസ്സുള്ളവർ പിന്നെ എന്നെ ആലോചിക്കാനാ, വന്ന കല്യാണം നടത്തിക്കൊണ്ട് പോകാമെന്നല്ലേ ഉള്ളൂ. ഈ പെങ്കൊച്ച എൻ്റെ അടുക്ക വന്നിട്ട് വാങ്ങിച്ചാൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു, കല്യാണം നടക്കുന്നില്ല. അതിപ്പോൾ ഒരു കല്യാണം വന്നിട്ടുണ്ട്, അവർക്ക് താല്പര്യമാണെന്ന് പറയുന്നു. ഈശോ എന്നാ പറയുന്നു? നെഞ്ചത്തിട്ട് കല്ല് പൊട്ടിക്കുന്ന അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? നല്ലൊരു ചെറുക്കനാവെന്നൊക്കെ ആലോചന, നല്ല ജോലിയൊക്കെ ഉണ്ട്. അവനും അങ്ങനെ ജീവിതത്തിലെ പ്രാരാബ്ദവും കാര്യങ്ങളും പഠിത്തവും ഒക്കെ ആയിട്ട് പോയിപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ നിന്ന് പോയതാണ്. 35 വയസ്സുള്ളവൾക്ക് 37 വയസ്സുകാരൻ കാത്തു നിൽക്കുക. ദൈവത്തിൻ്റെ ഒരു അല്പം 37 വയസ്സ് വരെ ഈ ചെറുക്കൻ്റെ കല്യാണം നടക്കാതിരുമ്പോൾ അവരെന്തോരം വേദനിച്ചിട്ടുണ്ടാവും. ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും വന്ന് ഇടതും വലുതും മാലാകമാരെ പോലെ കരയുക.
ഈ പയ്യനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മകളെ ഒരുക്കിക്കൊണ്ട് വന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ദൈവത്തിന്റെ പദ്ധതി ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. കുമാരിക്കവൻ കാണാം, മോശയെ കാണാം, അന്നേരം ബാക്കി പറയാം. How beautiful and wonderful is our life, മക്കളെ. How beautiful and how wonderful is your life. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ മനോഹാരിത ആസ്വദിക്കാറുണ്ടോ? ഞാനില്ല കേട്ടോ. സത്യമായിട്ടൊരു പുരോഹിതൻ എന്ന നിലയിൽ ഈ ആത്മീയ ശുശ്രൂഷ എൻ്റെ ജീവിതം എന്ത് മനോഹരമാണെന്ന് ഞാനൊന്ന് ധ്യാനിച്ചിരുന്നെങ്കിൽ ഇല്ലെന്ന്. ഇവിടെ നിന്ന് ഇവര് പാട്ട് പാടുക രാവിലെ പകൽ നിന്നുകൊണ്ട്. എത്ര മഹത്തായ മഹോന്നതമായ വിശുദ്ധമായ ശ്രേഷ്ഠമായ സ്വർഗത്തിലെ വേല ചെയ്യുന്ന ഇവരെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അവർക്ക് അറിയത്തില്ലെന്നേ. അവർക്ക് അറിയില്ല അതെന്നാ ചെയ്യുന്നതെന്ന്. അച്ഛനറിയത്തില്ല, പിന്നെ ഇവർക്കറിയാവുന്നത്. ദൈവങ്ങളെ, നമ്മളിവിടെ വന്ന് നമ്മൾ എന്തിലാ പങ്കെടുക്കുന്ന എനിക്ക് അറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാറ്റ്സ് എ ബ്യൂട്ടി മക്കളെ. പ്രായമായ 94 വയസ്സുണ്ട് അപ്പന്. മകൻ ബാങ്ക് മാനേജരായിരുന്നു, റീജിയണൽ മാനേജരായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് അപ്പന്റെ മലവും മൂത്രവും കോരുന്നവൻ. ഞാൻ കണ്ടു. ഇവിടെ വരുന്ന ഒരു അപ്പന്റെ മകന്റെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വന്നിട്ട് പറയും അപ്പന് തലവേദനയാ. 96 വയസ്സുള്ള മനുഷ്യനെ അപ്പന് ഓർമ്മയില്ല. ഞാൻ അത്ഭുതത്തോടെ ഈ മനുഷ്യനെ നോക്കും. വേലക്കാരികളൊക്കെ ഉണ്ട്, പക്ഷെ അപ്പനെ കുളിപ്പിക്കുന്ന, അപ്പന് വേണ്ടതൊക്കെ കൊടുക്കുന്ന അപ്പൻ്റെ വസ്ത്രന്മാരുന്ന ഈ മനുഷ്യനാണ്. ഓടും പള്ളി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 ശുശ്രൂഷയ്ക്ക് ഇവിടെ കൂടി വരും ഈ മനുഷ്യൻ. എത്ര മഹത്തര മകളെ. സ്വർഗം കൈകൂപ്പുമെന്ന് ഉറപ്പാണ്, ദൈവം കൈകൂപ്പുമെന്ന് ഉറപ്പാണ്. ഇങ്ങനത്തെ ജീവിതം എന്തുവായിക്കൊള്ളണ്ട കുട്ട. നീ എത്ര വലിയ വേദന സഹനത്തിലൂടെ കടന്നു പോകുന്നുവോ, അവിടെ സഹനത്തിന്റെ അളവനുസരിച്ച് അഭിഷേകത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. നത്തിങ് ക്യാൻ ഡിസ്റ്റർബ് യു, നത്തിങ് ക്യാൻ ഡിസ്ട്രാക്ട് യു. ഒന്നിനും നിങ്ങളുടെ മനസ്സിനെ ഇളക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം കർത്താവ് പറഞ്ഞ വാക്ക, കുർബാനയെ സ്ഥാപിച്ചിട്ട് ഇറങ്ങിയിട്ട് കർത്താവ് പറഞ്ഞു തരുന്ന വാക്കായത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. എനിക്കറിയാം, കലകിയ ഹൃദയവുമായിട്ട്, പ്രയാസപ്പെടുന്ന ഹൃദയവുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എത്രയോ മക്കള്. ദൈവ പൈതലെ, കർത്താവ് നിന്നോട് പറഞ്ഞ, ഡു നോട്ട് ബി ഡിസ്റ്റർബ്ഡ്, ഡു നോട്ട് ബി ട്രബിൾഡ്. എല്ലാവരും ട്രബിൾഡായി ഇന്ന്. ജീവിതത്തിൽ 1000 കാര്യങ്ങളുമായിട്ട് പ്രശ്നത്തിലാ മക്കൾ ഇന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിന്റെ പ്രശ്നത്തെക്കാൾ വലിയവൻ നിന്റെ കർത്താവ്, നിന്റെ പ്രതിസന്ധിയേക്കാൾ വലിയവൻ നിന്റെ കർത്താവ്, നിന്റെ ദുരന്തത്തെക്കാൾ വലിയവൻ നിന്റെ കർത്താവ്. നിന്റെ പ്രതിസന്ധിയെ പരിഹരിക്കാൻ, നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ, നിന്റെ തകർച്ചയെ നീക്കാൻ, ദുരന്തത്തെ നീക്കാൻ കരുത്തുള്ളവൻ. അതുകൊണ്ട് അവൻ അപ്പമെടുത്ത് മുഖച്ചിട്ട് പറഞ്ഞത്, വാങ്ങി ഭക്ഷിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു പയ്യൻ വന്നു. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ആത്മഹത്യ ചെയ്യാൻ നോക്കിയവനാ ഞാൻ. ഒരുത്തൻ്റെ അഡ്രസ്സ് നോക്കണേ, ആത്മഹത്യ ചെയ്യാൻ നോക്കിയവൻ. ഭാര്യ അടുത്ത് നിൽപ്പുണ്ട്. ഭയങ്കര പ്രാർത്ഥനയായിപ്പോൾ. അന്ന് പിടിച്ച് കുമ്പസാരിപ്പിച്ചു. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ചേട്ടായിയാന്ന് ഓർത്തോണേ. പ്രാർത്ഥന. മനുഷ്യൻ്റെ മുഖം തന്നെ കണ്ടാൽ മാലാഖയുടെ മുഖം പോലെ നല്ല പ്രകാശിച്ച് നിൽക്കുക. നമ്മുടെ മുഖത്തറിയാം മക്കളെ, നമ്മുടെ ജീവിതം നിങ്ങൾക്കറിയോ? അത് നമ്മുടെ മുഖത്തുണ്ട് നമ്മുടെ ജീവിതം. ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ലെന്ന്, അഭിനയിക്കാനൊക്കെ കുറച്ച് നേരെ പറ്റത്തുള്ളൂ. നമ്മുടെ മുഖത്തൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം. മുഖത്ത് നോക്കി പറയുന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? മുഖം നോക്കി പറയുന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറയാം, ഈ മനുഷ്യൻ്റെ മുഖം പ്രകാശിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയും പ്രശ്നമായിരുന്നു. ഇയാൾ ആത്മഹത്യ ചെയ്തു. ഈ മനുഷ്യൻ മരിച്ചില്ലെന്നേ ഉള്ളൂ.
കൈ മുറിച്ചിട്ട് ബക്കറ്റിനകത്തോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. ഒരു സാധ്യതയുമില്ലാത്ത ഒരുത്തൻ ആ വീട്ടിൽ ആ സമയത്ത് കയറി ചെന്നിട്ട് ഇയാളെ പൊക്കിയെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോവുക. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടടാ. നീ മരിക്കാൻ വിചാരിച്ചാൽ പോലും ദൈവം നിന്നെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച പറയാ ഒരു പുതിയ വണ്ടി എടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ അതൊക്കെ കൊണ്ട് വിറ്റു. കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും, ജീവിക്കാൻ വേണ്ടി. വീട് പണി തീരുന്നില്ല. ചേട്ടനോ ആരാണ്ടൊക്കെ കൂടി കുറച്ച് പൈസയൊക്കെ ഇട്ട് CC ഇട്ടൊരു ഓട്ടോറിക്ഷ ഇപ്പം വാങ്ങിച്ചു കൊടുത്തിരിക്കുക. സംതിങ് ന്യൂ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് മക്കളെ. ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണെന്ന് പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ ഓരോ സംഭവങ്ങളും നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങുന്നു. ആ മനുഷ്യ ജീവിതം ഉറപ്പല്ലേ. ആ കുടുംബം മാറി വന്നത് ദുരന്തമാ. ആ ദുരന്തം പോലും ദൈവം അനുവദിച്ചതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ 17 വയസ്സങ്ങാണ്ടേ ഉള്ളവൻ, അവനെ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് പൊതിച്ചു, അടിച്ച് തകർത്ത് പരിപ്പണമാക്കി. ആശാനം കഞ്ചോ കള്ളോ ഏതാണ്ട് കുടിച്ചിട്ട് 2 തെറിയും കൊണ്ട് വിളിച്ചു. ചീത്ത വിളിച്ച് കഴിയുമ്പോൾ ചിലരങ്ങനെ പ്രതിയോ നന്നായിട്ട് പൊട്ടിച്ചവനുണ്ട്. ആശുപത്രിയിലായിരുന്നു, വയറ്റിൽ നിന്ന് പോലും ചോര പോയിക്കൊണ്ടിരിക്കുക. അപ്പൻ്റെ മോനും കൂടെ പ്രാർത്ഥിക്കാൻ വന്നത്. ഞാൻ ചോദിച്ചു, കേസ് കൊടുത്തില്ലേ? കാരണം ആശുപത്രി മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവർ പോലീസ് സ്റ്റേഷനെ വിളിച്ചു. അവർ വിളിച്ചു വന്നപ്പം ഈ അപ്പം പറഞ്ഞു, കേസൊന്നുമില്ല, ഞങ്ങൾക്ക് പരാതിയില്ല. ഈ പയ്യനടുത്ത് നിൽക്കുകയാണ്. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. ഒരു ധ്യാനം കൂടിയാൽ ഇങ്ങനൊരു പയ്യൻ നന്നാവില്ല. ഞാൻ പറഞ്ഞടാ, ദൈവം ആളെ വിട്ട് നിന്നെ തല്ലിച്ചതാണെന്ന് പറഞ്ഞു. ദൈവം ആളെ വിട്ട് നിന്നെ തല്ലിച്ചതാണ്ടാ കുട്ട. ഞാൻ ഒരു കാര്യം നിന്നോട്, ഇനി നിനക്ക് വഴിപിഴക്കത്തില്ല, ഇനി നിനക്കൊരു തകർച്ച വരാൻ പോകുന്നില്ല, ഇനി നീ ഉയരാൻ പോകും നിന്റെ ജീവിതത്തിൽ. സത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം ഇത് കേട്ടോ. ഇവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക, എൻ്റെ മുഖത്ത് നോക്കി. അവനിതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. മോനാരോടും ദേഷ്യം ഉണ്ടോടാ? ഇല്ലച്ചോ. അവനും മനസ്സിലായി. അവൻ പറഞ്ഞു, എന്നെ കൺട്രോളിലൊന്നും ഞാൻ സാധാരണ വിളിച്ച് പറഞ്ഞു, പക്ഷെ എന്നാ പറഞ്ഞെന്ന് പോലും എനിക്കറിയത്തില്ല. ദൈവമക്കളെ, മനുഷ്യർ പറയുന്നതെല്ലാം ശ്രദ്ധിക്കാൻ നിൽക്കല്ലേ. പലരും പറയാം. എൻ്റെ ഇന്നലെ ഒരു ചെറുക്കനെ കൊണ്ട് വന്നു, വായി വരുന്നൊക്കെ അപ്പനെ അമ്മയൊക്കെ അങ്ങ് വിളിച്ച് പറയും. ഞാൻ ചോദിച്ചു, നീ എന്തുകൂടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? എനിക്കറിയില്ല ചോ, ചില സമയത്ത് എൻ്റെ പിടിവിട്ട് പോകും. ദൈവമക്കളെ, ആത്മാവ് നിന്നെ പിടിക്കട്ടെപ്പോഴും. ദൈവങ്ങളോട്ടോ, നീ പിടിവിടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് നിന്റെ മേലുള്ള പിടിവിടുമ്പോഴാണ് നീ പിടിവിട്ടു പോയെന്ന് പറയുന്നത്. ഈ കൊച്ചെന്ത് സന്തോഷത്തോടെ വന്ന്, എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എനിക്ക് അതിലും ബഹുമാനം തോന്നി അപ്പനോട്. അപ്പം പറഞ്ഞു, എന്തിനാച്ചാ അവരെയെല്ലാം കൂടെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞു, അപ്പാ നീയാ നല്ലവൻ. മക്കൾ ചെയ്യുന്നതൊക്കെ ന്യായീകരിക്കാറുണ്ട് മാതാപിതാക്കൾ. പക്ഷേ ഇവൻ അപ്പനോടൊരു പണക്കൊന്നുമില്ല. എനിക്ക് ഉറപ്പല്ല, ഇനി അവന് തെറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ 17-ാം വയസ്സിൽ അവനൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി. ആ ട്രീറ്റ്മെൻറ്റോടെ അവൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുക. നമ്മളെ, ഞാൻ അവൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ കാര്യമായി പറയുന്നത്. ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന നൊമ്പരങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിന്റെ ദൈവത്തിന്റെ പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ. ആരെങ്കിലും വിഷമിപ്പിച്ചാലും ആമേൻ പറയണം മക്കളെ. ജീവിതത്തിന് അല്പം കൂടെ ഒക്കെ പ്രകാശമുണ്ട്. നിങ്ങൾ ഹൃദയം അസ്വസ്ഥ, എന്തിനെ പറ്റിയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ബി ട്രബിൾഡ്. ദൈവത്തിൽ വിശ്വസിക്കണം. അടുത്ത വാക്ക്, ദൈവത്തിൽ വിശ്വസിക്കുവൻ. ബിലീവ് ഇൻ ദ മൈറ്റി ഗോഡ്, ബിലീവ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്. I believe in God, the Father Almighty, creator of heaven and earth. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ബ്രസ്റ്റ് പ്ലേറ്റ് ആയിരിക്കണം, നമ്മുടെ പടച്ചട്ടയായിരിക്കണം നമ്മുടെ വിശ്വാസം. പൊന്നുമക്കൾ ധൈര്യമായിട്ട് നടന്നോടാ കൊച്ചേ. നീ ദൈവത്തിന്റെ കൈക്കാ പിടിച്ചിരിക്കും, നീ അങ്ങോട്ട് വേണേലും നടന്നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെട. കാരണം പറയാ, ദൈവത്തിൽ വിശ്വസിച്ചോ. കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണം മക്കളെ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശാഴി ഒത്തിരി കഴിയുമ്പം പറഞ്ഞു തരും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങോട്ട് വിശ്വസിക്കണോടാ കുട്ട.
അല്ലേ നമ്മൾ വിശ്വസിക്കാൻ ഹെബ്രായ ലേഖനം അബ്രഹാത്തെ പറ്റി പറയുന്ന അങ്ങനത്തെ വാക്യമില്ലേ? വിശ്വസിക്കാൻ യാതൊന്നുമില്ലാഞ്ഞിട്ടും അവൻ ഫെയ്ത്ത് അഗെയിൻസ്റ്റ് ഫെയ്ത്ത്. വിശ്വസിക്കാൻ വകയില്ല. ഈ കടം തീരാൻ പോകുന്നില്ല. 70 കോടി രൂപയുടെ കടമാണ്. സ്ഥലവും വീടും വിറ്റ 40 കോടി കിട്ടിയും ഇത് തീരത്തില്ല. But the Lord says your problems will be taken away. Hallelujah. എഴുതണം മക്കളെ. നിനക്ക് ചിറകുകളൊക്കെ ഉണ്ടാവും. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോടാ കൊച്ചെ? ചോറ് വാരി തിന്നുന്ന നിന്റെ കയ്യ് ഒരു ചിറകായി മാറുമെന്നും ആ ചിറകടിച്ച് ഉയരാൻ പറ്റുമെന്നും നീ വിശ്വസിക്കുന്നോ? അതാ മക്കളെ വലിയൊരു അഭിഷേകം കർത്താവ് വെച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഊതി കത്തിക്കണമെന്ന്, ചാരം കൊണ്ടുപോയതിനെ ഊതി കത്തിക്കണമെന്ന്. പൗലോസ്ലീഹ തിമോഥെയോസിനൊക്കെ പറയുന്നത് അല്ലെ. അങ്ങനെ ഒരു പാട്ടൊക്കെ ഇവർ പാടാറുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ. ചാരം എന്നല്ലേ അറിയാവോ? ഓർക്കുന്നുണ്ടോ? ഓർക്കണില്ല. ചാരം മൂടിയ പോട്ടെ, സാരമില്ല. ഹല്ലേലൂയ. ഞാൻ പിതാവിനോട് അല്ല, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ക്രിസ്തു, ഐ വുഡ് സേ ഇറ്റ്സ് ആൻ ഇവന്റ് മക്കളെ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു യുവാവിൻ്റെ പേരല്ല. ക്രിസ്തു എന്ന് പറഞ്ഞ രക്ഷാകര സംഭവത്തിന്റെ പേരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പേരാ. ക്രിസ്തു എന്നാൽ ദൈവത്തിന്റെ മുഖത്തിന്റെ പേരാ. ക്രിസ്തു എന്നാൽ ദൈവത്തിന്റെ കരുണയുടെ പേരാ. ക്രൂശിതലൊക്കെ അങ്ങ് വിശ്വസിക്കണം മക്കളെ. പിടിവിടുമ്പോ ബലവന്തൂരാ പറഞ്ഞില്ലേ, ബലവച്ചാന്റെ വാക്ക് പറഞ്ഞില്ലേ, കുരിശിലേക്ക് നോക്കി ഹല്ലേലൂയ വിളിക്കാനും തുള്ളിച്ചാടാനും ആഹ്ലാദിക്കാനും തുടങ്ങി. നമ്മൾ എടുത്തു വെച്ച അല്ല സായിപ്പിനെ പോലെ ദേഹമൊക്കെ ഉള്ള നല്ല സുന്ദരക്കുട്ടൻ 33 വയസ്സുകാരൻ അല്ലെന്ന് ക്രിസ്തു. യെശയ്യാ എഴുതി വെച്ചിട്ടുണ്ട്. 52, 53 അധ്യായം നിങ്ങൾ വായിച്ചിട്ട് ക്രിസ്തു ആരാന്ന് നിങ്ങൾ തീരുമാനിച്ചു. അത്രയും കരുത്തുള്ളവൻ, അത്രയും ബലമുള്ളവൻ. ഹല്ലേലൂയ. അവനെ നട്ടെല്ലൊടിഞ്ഞിട്ടില്ല മക്കളെ, അവനെ നട്ടെല്ലൊടിഞ്ഞിട്ടില്ല. നട്ടെല്ല് നിവർത്തി നിന്നവൻ ക്രിസ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒടിയാത്ത കാലുമായിട്ട് നടന്നവൻ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കൂട്ടാ, നീ തളരല്ലേ, തളരരുതേ മനമേ, ആകുലനാകരുതേ. പഠിക്കേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ തുതിച്ചിടുക മനമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരരുതേ മനമേ. എന്തൊരു കരുത്തിനുള്ള വിഷയമുണ്ട് മക്കളെ. ജീവിക്കാൻ ആയിരം കാരണങ്ങളുള്ളവരാ ക്രിസ്ത്യാനികള്. ജീവിക്കാൻ 1000 കാരണങ്ങളുണ്ട് മക്കളെ. ക്രിസ്തു നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് മക്കളെ. സുവിശേഷം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. There is space in God's heart for you. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഇടമുണ്ടാകുട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ ഹൃദയത്തിൽ ആർക്കൊക്കെ ഇടമുണ്ടെന്ന് ചിന്തിച്ചു അല്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കാൻ പോലും നിങ്ങൾ ഒരുക്കുക. യു വിൽ ഡു വാട്ട് എവർ പോസിബിൾ തിങ്. ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ദൈവങ്ങളെ കർത്താവ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. ഹൃദയം, അവൻ്റെ ഹൃദയത്തിൽ
There's a God's space for you. ഒരു ദൈവത്തിൻ്റെ ഇടം നിനക്ക് വേണ്ടിയുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ദൈവത്തിൻ്റെ സമയം നിനക്ക് വേണ്ടിയിട്ടുണ്ടെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ വൈതലേ? ഹല്ലേലൂയ. സ്പേസ് ആൻഡ് ടൈം. ഗോഡ് സ്പേസ് ആൻഡ് ഗോഡ്സ് ടൈം. ഒരു സമയമുണ്ട് മക്കളെ, നിനക്ക് അഭിഷേകത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവം നമ്മളെ കണ്ടുമുട്ടുന്ന ഒരു വിശുദ്ധ ഇടമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. You are not a stranger. നീ ഒരു അപരിചിതനല്ല, നീ ഒരു പരദേശിയല്ല. അവന്റെ ഹൃദയത്തിൽ, അവന്റെ ഭവനത്തിൽ അപ്പന്റെ വീട്ടിൽ ഇടമുള്ളത് മക്കൾക്ക്. അപ്പന്റെ വീട് ഉറപ്പിക്കണം ഇതൊക്കെ ഹൃദയത്തില്. അപ്പന്റെ വീട്, എന്റെ അപ്പന്റെ വീട്, എന്റെ അപ്പൻ തമ്പുരാൻ കർത്താവ്, എന്റെ തമ്പുരാൻ കർത്താവിന്റെ ഭവനത്തിൽ എനിക്കിടമുണ്ട്. അവന്റെ ഹൃദയത്തിൽ എനിക്കിടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. ഹീസ് വെരി ആക്റ്റീവ്. പൊന്നുമക്കളെ തിരിച്ചറിഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടി right now it's not a passive time. നീ പ്രാർത്ഥിക്കുന്ന സമയം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. നീ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുക, ഒരു അഭിഷേകം ഒരുക്കിയിരിക്കുക. ദൈവമക്കൾ നിന്നിട്ട് ഇരുകരങ്ങളും തമ്പുരാന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് അവന്റെ മുഖം കണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് പറയാൻ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ടെന്ന് ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിൽ വിശ്വസിക്കുവൻ. ഇരുകരങ്ങളും നീട്ടിപ്പിടിച്ച് ഏത് വേദനയായിട്ട്, ഏത് ദുഃഖമായിട്ട്, തകർച്ചയായിട്ട് വന്ന് യേശുവേ, ഈശോയേ, ഈശോയേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാ